മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് KPCC നേതൃമാറ്റം ഉടൻ കെ സുധാകരനെ മാറ്റും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പകരക്കാരന്റെ പേര് ഇതുവരെ തീരുമാനമായിട്ടില്ല. ആന്റോ ആന്റണിയും സണ്ണി ജോസഫും പരിഗണനയിൽ. സംഘടനാ ചുമതലയുള്ള ദീപാദാസ് മുൻഷി നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് നേതൃമാറ്റം. KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറണമെന്ന നിർദ്ദേശം നൽകിയതുമായി സൂചന. പകരക്കാരൻ ആരെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ആന്റണിയും സണ്ണി ജോസഫും പരിഗണനയിൽ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ദീപാദാസ് മുൻഷി നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് നേതൃമാറ്റം. KPCCയിൽ നേതൃമാറ്റം ഉടൻ ഉണ്ടാകും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കെ സുധാകരൻ മാറും എന്നാണ് ഇപ്പോൾ നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇതിനിടയിലുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളിലുമൊക്കെ തന്നെ വലിയ തരത്തിലുള്ള വിജയം കൈവരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു. അതിന് അമരക്കാരായി നിന്നത് കെ സുധാകരനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് KPCC അധ്യക്ഷൻ പദവിയിൽ നിന്നും അദ്ദേഹത്തിനോട് മാറണം എന്നൊരു നിർദ്ദേശം AICC മുന്നോട്ട് വച്ചിരിക്കുന്നത്. മാത്രവുമല്ല, സമീപകാലത്ത് കോൺഗ്രസിലുണ്ടായിരുന്ന വലിയ തരത്തിലുള്ള വിഴുപ്പലക്കലുകളും പടലപ്പിണക്കങ്ങളുമെല്ലാം ഒരു പരിധിവരെ ഒഴിവാക്കാൻ കെ സുധാകരന് കഴിഞ്ഞിരുന്നു എന്നുള്ളൊരു പ്രത്യേകത ഉണ്ടെങ്കിൽ പോലും ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ കെ സുധാകരന് എതിരെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാരണം. അടുപ്പിച്ച് അല്ലെങ്കിൽ അടുത്ത സമയങ്ങളിൽ ഉടൻ തന്നെ വരാൻ പോകുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് KPCC അധ്യക്ഷ പദവിയിൽ നിന്നും കെ സുധാകരനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരാളിനെ പരിഗണിക്കുന്നതിലേക്ക് ഇപ്പോൾ AICC നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നതാണ് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനത്തിലേക്ക് കടക്കും. ഇന്നലെ കഴിഞ്ഞ ദിവസം കെ സുധാകരനെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. അവിടെ വെച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായിട്ടൊക്കെ ചർച്ച നടത്തിയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് നൽകിയ നിർദ്ദേശം KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറണം എന്നുള്ളത് തന്നെയായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളുമായി പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് മാറാനും തുടരാനും താല്പര്യം എന്നുള്ളതായിരുന്നു. എന്തായാലും മാറേണ്ടി വരും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ പ്രകീർത്തിക്കുവാൻ പാർട്ടി തയ്യാറാണ്. മികച്ച സേവന പ്രവർത്തനങ്ങൾ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം നടത്തി എന്നുള്ളതും ഉറപ്പാണ്. എന്നാൽ ഇനിയുള്ളത് 2 തിരഞ്ഞെടുപ്പുകൾ വിജയിച്ചേ മതിയാവുള്ളൂ. അതിന് വലിയ തരത്തിലുള്ള പ്രയത്നം ആവശ്യമാണ്. ഈ സാഹചര്യത്തിൽ പുതുമുഖങ്ങളെ തന്നെ ഒപ്പം നിർത്തുവാനും അവരെ ഒന്ന് പരീക്ഷിക്കുവാനും തന്നെയാണ് AICC നേതൃത്വത്തിൻ്റെ തീരുമാനം. ഇതിൽ 2 പേരുകളാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. കാരണം പാർട്ടിയുമായി അകന്നു പൊക്കൊണ്ടിരിക്കുന്ന ക്രിസ്തീയ സമുദായത്തെ ഒപ്പം നിർത്തുക എന്നുള്ളൊരു ലക്ഷ്യം പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമായും പറഞ്ഞു കേൾക്കുന്ന പേരുകൾ പത്തനംതിട്ട MP ആയ ആന്റോ ആന്റണിയും പേരാവൂർ MLA ആയ സണ്ണി ജോസഫിൻ്റെയും പേരുകളാണ്. ഈ 2 പേരുകളും പരിഗണനയിലുണ്ട്. ഇതിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ തീരുമാനം എടുക്കേണ്ടത് AICC നേതൃത്വമാണ്. ഒപ്പം പാർട്ടിയുമായി ബന്ധപ്പെട്ട കേരളത്തിലെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നേതാക്കന്മാരുടെ അഭിപ്രായം കൂടി പരിഗണിക്കും. നാളെയോ മറ്റന്നാളോ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിലെത്തും. കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തും. അതിനുശേഷം പകരക്കാരൻ്റെ പേര് പ്രഖ്യാപിക്കും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ആന്റോ ആന്റണി MPക്കുള്ള സാധ്യത കൂടുതലാണ്. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ ആന്റോ ആന്റണി MPക്കാണ്. സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൊടുപുഴ സ്വദേശിയാണെങ്കിലും കണ്ണൂർ പ്രവർത്തന മേഖല അല്ലെങ്കിൽ കണ്ണൂർ സ്വന്തം തട്ടകമാക്കി കണ്ണൂർ DCC പ്രസിഡന്റായി പ്രവർത്തിച്ച പാരമ്പര്യം സണ്ണി ജോസഫിനുണ്ട്. മാത്രമല്ല 3 ടൈമായിട്ട് അദ്ദേഹം പേരാവൂരിലെ MLA കൂടിയാണ്. അത്തരത്തിൽ ഒരു കണിശക്കാരനായ കോൺഗ്രസ്സുകാരൻ പ്രവർത്തകൻ എന്ന നിലയ്ക്കൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് എടുത്തു പറയേണ്ടി വരും. പത്തനംതിട്ട MP ആണെങ്കിൽ പോലും കോട്ടയം ജില്ലക്കാരനായ കോട്ടയം DCCയിൽ അധ്യക്ഷനായി ഏറെ നാൾ പ്രവർത്തിച്ച പ്രവർത്തന പാരമ്പര്യവും പരിചയവുമുള്ള ആന്റോ 2009 പത്തനംതിട്ടയിലേക്ക് എത്തുന്നതും കഴിഞ്ഞ 4 പ്രാവശ്യവും മത്സരിച്ച് വലിയ വിജയം നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും MP ആരായിരിക്കും KPCC പ്രസിഡന്റ് എന്ന രീതിയിലേക്ക് അവസാന പരിഗണനയിലേക്ക് എത്തുക. അതിനുള്ള നീക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. എന്തായാലും ക്രിസ്തീയ സമുദായത്തിൽ നിന്നുള്ള ഒരാൾ തന്നെയായിരിക്കും KPCC പ്രസിഡന്റ് എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അതിൽ ആന്റോ ആന്റണിയാണോ സണ്ണി ജോസഫാണോ എന്ന കാര്യത്തിലായിരിക്കണം അന്തിമ തീരുമാനത്തിലേക്ക് എത്തേണ്ടി വരിക. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ
ദിവസങ്ങളിൽ കോൺഗ്രസിന് വലിയ തരത്തിൽ ഭീഷണി ഇല്ല എങ്കിൽ പോലും ചില പടലപ്പിണക്കങ്ങൾക്ക് പല സ്ഥലങ്ങളിലായി ഉണ്ട്. പ്രത്യേകിച്ചും തെക്കൻ മേഖലകളിൽ ഉണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉള്ള ചില ഉപരി കമ്മിറ്റികളെയും ഒപ്പം തന്നെ ഹൈപ്പവർ കമ്മിറ്റി, ഉന്നതാധികാര സമിതിയുമൊക്കെ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ഒപ്പം രാഷ്ട്രീയകാര്യ സമിതിയുമൊക്കെ വലിയ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഒരു നേതൃമാറ്റത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നത്. നേരത്തെ ചില മുതിർന്ന നേതാക്കന്മാർ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റണ്ട എന്ന നിർദ്ദേശവും ഒപ്പം അവർ പരസ്യമായ പ്രസ്താവനകളുമൊക്കെ നടത്തിയിരുന്നു. എന്നാൽ AICC നേതൃത്വം ഇപ്പോഴും ഉറച്ച നിലപാടിൽ തന്നെയാണ്. കെ സുധാകരനെ മാറ്റണം, പകരം ഒരു പുതിയ ആളിനെ അവിടെ പരീക്ഷിക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വന്നിരിക്കുന്നു. കാരണം അത്രയ്ക്ക് ശക്തമായ ഒരു മത്സര രംഗത്തേക്കാണ് ഇനി കോൺഗ്രസ് പോകാൻ പോകുന്നത്. മാത്രവുമല്ല, ഘടകകക്ഷികളിലെ ചില പാർട്ടികൾക്ക് വലിയ തരത്തിലുള്ള വിയോജിപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് തന്നെ നേരിട്ട് AICC നേതൃത്വത്തെ കണ്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കാൻ തീരുമാനിച്ചിരുന്നു. ഒപ്പം ചില നേതാക്കന്മാരുമായൊക്കെ തന്നെ അവർ ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഒറ്റക്കെട്ടായി കോൺഗ്രസിന് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഒരു പുതിയ നേതൃത്വത്തെ പരീക്ഷിക്കണം തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്തായാലും 1-2 ദിവസത്തിനുള്ളിൽ തന്നെ KPCC നേതൃത്വ മാറ്റം എന്നതിലേക്ക് എത്തിച്ചേരും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം KPCC പ്രസിഡന്റ് നിലയ്ക്ക് കെ സുധാകരന്റെ പ്രവർത്തനങ്ങളെ ഒന്നും തന്നെ കുറച്ചു കാണിക്കുവാൻ പാർട്ടി തയ്യാറല്ല. കാരണം പാർലമെന്റിൽ നേടിയെടുക്കാൻ കഴിഞ്ഞ മിന്നും വിജയം, ഉപതെരഞ്ഞെടുപ്പുകൾ പ്രത്യേകിച്ച് പുതുപ്പള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ തരത്തിലുള്ള വിജയം കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും അവസാനം തിരഞ്ഞെടുപ്പ് എന്ന പാലക്കാട്ട് അവിടുത്തെ വിജയം, ഉജ്ജ്വലമായ വിജയം, അത് KPCC നേതൃത്വത്തിന് അവകാശപ്പെട്ടതാണ് തന്നെ പറയപ്പെടുന്നു. കാരണം BJPയുമായുള്ള വലിയ മത്സരം നടക്കുന്ന പാലക്കാട് വലിയ തരത്തിലുള്ള ഒരു ഭൂരിപക്ഷത്തോടു കൂടി അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത് KPCC പ്രസിഡന്റ് നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു വലിയ നേട്ടമായി തന്നെ കണക്കാക്കാൻ കഴിയുന്നു. അത്തരത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ഉപരിയായി KPCC പ്രസിഡന്റ് നിലയ്ക്ക് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ സുധാകരനെ അനുകൂലിച്ചും അതുപോലെ തന്നെ സുധാകരൻ ഇനിയും ഈ ഒരു അധ്യക്ഷ സ്ഥാനത്ത് തന്നെ തുടരണം എന്ന അഭിപ്രായവും അതുപോലെ തന്നെ തുടരണ്ട എന്നൊരു അഭിപ്രായം, രണ്ടഭിപ്രായങ്ങൾ ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉടലെടുത്തിട്ടുണ്ട്. നിലവിൽ ഈ ഒരു സംഘടനാ ചുമതലയുള്ള ദീപ ദാസ് മുൻഷിയുടെ റിപ്പോർട്ടിന്റെ പരിഗണിച്ചായിരിക്കും ഈ ഒരു നേതൃമാറ്റം ഉണ്ടാവുക. ഇപ്പോൾ കോൺഗ്രസിലെ അകത്തുള്ള ഈ ഒരു രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു രണ്ട് അഭിപ്രായങ്ങൾ ഈ ഒരു കോൺഗ്രസിനുള്ളിൽ ഉൾത്തിരിഞ്ഞിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? നേതാവായ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റുന്നതിനെതിരെ രംഗത്തെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസ്താവന തന്നെ ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. ചിത്രത്തിൽ കണ്ടാൽ എങ്കിലും തിരിച്ചറിയാൻ കഴിയുന്ന നേതാവായിരിക്കണം KPCC അധ്യക്ഷ പദവിയിലേക്ക് വരേണ്ടതെന്ന തരത്തിലുള്ള പ്രതികരണം ഉൾപ്പെടെ കെ മുരളീധരൻ നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില മുതിർന്ന നേതാക്കന്മാരുടെ പിന്തുണ ഇപ്പോഴും കെ സുധാകരനുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്ക് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റണം എന്നൊരു ആവശ്യമുണ്ടായിരുന്നു. നേരത്തെ അവർ ഇങ്ങനെ ഒരു വിഭാഗം നേരത്തെ തന്നെ AICC നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നെങ്കിലും ഇതിന് തൊട്ടു പിന്നാലെ, അതായത് ഒരു മാസം മുമ്പ് കേരളത്തിൽ നടന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ദീപദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. അപ്പോൾ നേതാക്കന്മാരെ ഓരോരുത്തരെയായി വിളിച്ച് KPCC പ്രസിഡന്റും മാറ്റുന്ന കാര്യത്തിലും പുനഃസംഘടന കാര്യത്തിലുമൊക്കെ ചർച്ചകൾ നടത്തിയിരുന്നു. ആ സമയത്ത് ചില നേതാക്കന്മാർ നേതൃമാറ്റം വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ ഒരു പക്ഷേ നേതൃമാറ്റം ഉണ്ടാകും എന്നുള്ള ഒരു സാധ്യത പരിഗണിച്ചിരുന്നെങ്കിൽ പോലും അത് പിന്നീട് ഇല്ലാതാവുകയായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ AICC നേതൃത്വമാണ് മുൻകൈയെടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത്. കാരണം ഇനി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വളരെ ചുരുക്കം മാസങ്ങൾ മാത്രമാണ്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ ഗൗരവമായ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. മാത്രവുമല്ല, AICC നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം വാർഡ് തലത്തിൽ വരെ കമ്മിറ്റികൾക്ക് രൂപം നൽകി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട്. ഇത്തരത്തിൽ നിരവധിയായ വിഷയങ്ങൾ മുൻപിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. അവിടെ ഇദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ അവസ്ഥ കൂടി പരിഗണിച്ചുകൊണ്ട് തൽക്കാലം ഈ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഓടി നടന്ന ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുവാനുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൽക്കാലം ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിക്കൊണ്ട് മറ്റ് ദേശീയ തലത്തിൽ ഒരു നേതൃനിരയിലേക്ക് അദ്ദേഹത്തെ വന്നുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് AICC നേതൃത്വത്തിന്റെ തീരുമാനം. അത്തരത്തിൽ ഒരു തീരുമാനവുമായി മുന്നോട്ട് വരുമ്പോൾ കേരള നേതാക്കന്മാരെ കണ്ട് അവരെ അനുനയിപ്പിച്ച് കൂടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരിക്കും ഹൈക്കമാൻഡ് തീരുമാനിക്കുക. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വരും ദിവസങ്ങളിൽ ദീപദാസ് മുൻഷിയും KC വേണുഗോപാലും അടങ്ങുന്ന സംഘം കേരളത്തിലെത്തി അത് കെ സുധാകരന്റെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന നേതാക്കന്മാരെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്തിക്കൊണ്ട് ഒരു നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് എത്തിച്ചേരുക. എന്നാൽ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എത്ര കണ്ട ഈ സംസ്ഥാനത്തിന്റെ എതിർപ്പിൽ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. കാരണം തെക്കൻ കേരളത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ജില്ലയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയക്കാരൻ നിലയ്ക്ക്
ആന്റോ ആന്റണി നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു ചോദ്യചിഹ്നം നേതാക്കന്മാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ചോദ്യം എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് AICC നേതൃത്വത്തിന് ഈ ഒരു തീരുമാനത്തിൽ ഈ ഒരു ദീപാദാസും അതുപോലെ തന്നെ KC വേണുഗോപാലും അല്ലാതെ ആരൊക്കെയായിരിക്കും ഈ ഒരു നേതൃമാറ്റത്തിൽ ഒരു റിപ്പോർട്ട് നൽകുക, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായം നൽകാനായിട്ട് ഉള്ളത് വേറെ ആരായിരിക്കും ഈ ഒരു ഇതിനകത്ത് ഉണ്ടാവുക? നിലവിൽ AICCയുടെ ചുമതലക്കാരിയായി കേരളത്തിൻ്റെ ചുമതലയുള്ളത് ദീപദാസ് മുൻഷിക്കാണ്. ഒപ്പം KC വേണുഗോപാലുണ്ട്. മാത്രവുമല്ല, ഇവരുടെ രണ്ട് അഭിപ്രായങ്ങൾക്കും ഉപരിയായി പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് കൃത്യമായും AK ആന്റണി, PJ കുര്യൻ, ഇങ്ങനെ തുടങ്ങിയ തെന്നല ബാലകൃഷ്ണപിള്ള തുടങ്ങിയ നേതാക്കന്മാർ, ഒപ്പം മുൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ തേടും. പ്രത്യേകിച്ചും ഈ ഇത്തരത്തിലൊരു പുനഃസംഘടനയ്ക്ക് മുമ്പ് പാർട്ടിയെ വ്യക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകിയിരുന്നു. ആ ഉന്നതാധികാര സമിതിയിലുള്ള നേതാക്കന്മാരുമായിട്ടെല്ലാം, അതിൽ മുൻ KPCC പ്രസിഡന്റുമാർ, സംസ്ഥാനത്ത് നിന്ന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവരാണ്. അവരുമായി തന്നെ ചർച്ച നടത്തും. ആ മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായം കൂടി മുഖവിലേക്ക് എടുത്തുകൊണ്ടായിരിക്കും ഒരു സ്ഥാനമാറ്റത്തിലേക്കും പകരമൊരാളിനെ കണ്ടെത്തുന്നതിലേക്കും കാര്യങ്ങൾ എത്തിച്ചേരുക. എന്തായാലും വലിയ താമസമില്ലാതെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ബിനോയ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സേവ് കോൺഗ്രസ് എന്ന പേരിൽ ആലുവയിൽ KPCC നേതൃമാറ്റത്തിനെതിരെ വ്യാപകമായ പോസ്റ്ററുകളുടെ പ്രചാരണമെല്ലാം ഉണ്ടായിരുന്നു. ഈ ഒരു ആന്റോ ആന്റണിയും അതുപോലെ തന്നെ സണ്ണി ജോസഫും എന്നുള്ളത് പേര് കേരളത്തിലെ കോൺഗ്രസ് നയിക്കേണ്ട എന്ന പേരിലാണ് വിവിധയിടങ്ങളിലും പോസ്റ്ററുകൾ വന്നിരിക്കുന്നത്. ഇവർ രണ്ടുപേരുടെ പേരുകളല്ലാതെ ആരുടെയെങ്കിലും പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ടോ? ഏകദേശം 5 നേതാക്കന്മാരുടെ പേരുകളാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നത്. അടൂർ പ്രകാശ്, ഒപ്പം റോജി M. ജോൺ, ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, അതുകൂടാതെ സണ്ണി ജോസഫ്. ഈ 5 പേരുകളാണ് കൃത്യമായും KPCC അധ്യക്ഷ പദവിയിലേക്ക് ഉയർന്നു വന്നിരുന്നത്. അതിൽ ബെന്നി ബെഹനാൻ എറണാകുളത്ത് നിന്നുള്ള ആളാണ്. മാത്രവുമല്ല, ആലുവ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രദ്ധിക്കപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിന് വലിയ തരത്തിൽ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് നല്ലൊരു വിഭാഗം നേതാക്കന്മാരുടെ എതിർപ്പുണ്ട്. അതുകൊണ്ടാണ് ബെന്നി ബെഹനാനെ തൽക്കാലം പരിഗണിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. റോജി M. ജോണിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഇപ്പോൾ നിയമസഭാ സാമാജികനാണ്. രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണെങ്കിലും തൽക്കാലം ജൂനിയറായ ഒരു നേതാവിനെ KPCC അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരേണ്ട എന്നൊരു നിർദ്ദേശം വന്നു. അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങൽ പിടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം പിടിച്ചെടുക്കാൻ ഏൽപ്പിച്ച ജോലി കൃത്യമായി കഴിഞ്ഞ 2 ടേമായി നടത്തുന്ന ഒരു നേതാവ് നിലയ്ക്ക് അദ്ദേഹത്തെ പരിഗണിക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും നേരത്തെ ഞാൻ സൂചിപ്പിച്ച ക്രിസ്തീയ സമുദായവുമായി അകന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തീയ സമുദായം പാർട്ടിയിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു ഹിന്ദു നേതാവിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ക്രിസ്ത്യൻ സമുദായ നേതാവിനെ KPCC അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണം എന്നൊരു നിർദ്ദേശം പാർട്ടിക്കകത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആന്റോ ആന്റണി MP-യിലേക്കും ഒപ്പം സണ്ണി ജോസഫ് MLA-യിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും വിയോജിപ്പുകൾ മറികടക്കുവാൻ AICC നേതൃത്വത്തിന് കഴിയും എന്നുള്ളത് ഉറപ്പാണ്. ഈ സേവ് കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പോസ്റ്റുകളൊക്കെ തന്നെ അത് എറണാകുളം കേന്ദ്രീകരിച്ച് ചില നേതാക്കന്മാരുടെ താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് വന്നതായിരിക്കും എന്നുള്ള ഒരു കണക്കൂട്ടലാണ് ഇപ്പോൾ KPCC നേതൃത്വത്തിനും AICC നേതൃത്വത്തിനുള്ളത്. എന്നാൽ ഇത്തരം പോസ്റ്ററുകളൊന്നും പരിഗണിക്കേണ്ട കാര്യമില്ല, അതിനെ അവഗണിക്കണം എന്ന നിർദ്ദേശം തന്നെയാണ് നേതാക്കന്മാർ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഇനി കോൺഗ്രസിന് മുമ്പിലുള്ളത് 2 തെരഞ്ഞെടുപ്പുകളും വലിയ അഗ്നിപരീക്ഷകളാണ്. ആ അഗ്നിപരീക്ഷകൾ വിജയിച്ചേ മതിയാവുള്ളൂ. കാരണം നേരത്തെ ഇന്നും വ്യത്യസ്തമായി BJP വലിയ തരത്തിൽ കേരളത്തിൽ വേരുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, കോൺഗ്രസിൽ നിന്നും വലിയ തരത്തിൽ നേതാക്കന്മാരും പ്രവർത്തകരും BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. സമീപകാലത്ത് പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോയൊരു സാഹചര്യം. ഇത്തരത്തിൽ ഇനിയും തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏതെങ്കിലും കാരണവശാലുള്ള ഭിന്നത ഉണ്ടായാൽ അവരുടെ അടുത്ത സ്ഥലം, അല്ലെങ്കിൽ അടുത്ത ഒരു ഇടം എന്നുള്ളത് BJP-യാണ്. അത്തരത്തിൽ BJP-യിലേക്ക് പോകാതിരിക്കുക, കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ഒപ്പം നിർത്തുക എന്ന AICC നേതൃത്വത്തിൻ്റെ തീരുമാനം അത് അപ്പാടെ നടപ്പിലാക്കിയേ മതിയാവൂ എന്നുള്ള നിർദ്ദേശം അവർ മുന്നോട്ട് വയ്ക്കും. അതനുസരിച്ചൊരു നേതൃമാറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ശരി.
KPCC നേതൃമാറ്റം ഉടനുണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. KPCC അധ്യക്ഷൻ സ്ഥാനത്ത് നിന്നും കെ സുധാകരൻ മാറും. പകരക്കാരന്റെ പേര് ഇതുവരെ തീരുമാനമായിട്ടില്ല. ആന്റോ ആന്റണിയും അതുപോലെ തന്നെ സണ്ണി ജോസഫുമാണ്. പത്തനംതിട്ടയിൽ നിന്നുള്ള MP ആന്റോ ആന്റണിയും പേരാവൂർ MLA സണ്ണി ജോസഫ് എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ മുൻഗണനയിലുള്ളത്. സംഘടനാ ചുമതലയുള്ള ദീപ ദാസ് മുൻഷിയും നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നേതൃമാറ്റം ഉണ്ടാവുക. ഈ ബിനോയാണ് വിശദാംശങ്ങൾ നൽകിയത്.